നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ലൈഫിലൊരു എന്താ പറയുക നല്ലൊരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. കണ്ടിട്ട് ആളുകൾ ഇതെന്ത് പറ്റി മെലിഞ്ഞില്ലോ എന്ന് ചോദിക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ പ്രയാസമില്ല. ഇൻഷാ അല്ലാ. ചങ്ങന്മാരെ, അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ആരാന്ന് ഞാൻ വീണ്ടും പറയണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരുമിച്ച് നോമ്പ് കുറിക്കാൻ പോക്കാണ്. രാവിലെ മുതലേ നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ആവശ്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓട്ടത്തിലായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും സമയം വൈകുന്നേരമായി. രണ്ടാൾക്കും നോമ്പുണ്ട്. അപ്പോൾ ഇന്നേക്ക് 18 നോമ്പായി. ഞാൻ 18 നോമ്പ് എടുത്തപ്പോൾ തന്നെ നമ്മളെ ശൈചേട്ടനും 18 നോമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ നോമ്പ്? തീർച്ചയായിട്ടും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ലൈഫിലൊരു എന്താ പറയുക നല്ലൊരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. രാവിലെ ഒരു കൃത്യസമയത്ത് നേരം വെളുക്കുന്ന മുറക്ക് എഴുന്നേക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഭക്ഷണത്തിൽ ഈ വാരി വലിച്ച് തിന്ന പരിപാടിയൊക്കെ മാറി നല്ല സിസ്റ്റമാറ്റിക്കായി മാറി. ഭാരം ശരിക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ട് ആളുകൾ ഇതെന്ത് പറ്റി മെലിഞ്ഞില്ലോ എന്ന് ചോദിക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ പ്രയാസമില്ല. ഭാരം കുറഞ്ഞതിൻ്റെ സുഖം നേരിട്ട് അനുഭവിക്കുന്നയാൾ ഞാനാണ്. നന്നായിട്ടൊരു എന്താ പറയുക ഒരു ഡിസിപ്ലിൻഡായി മാറിയിട്ടുണ്ട്. അത് മാത്രമല്ല വർക്കിലൊക്കെ കുറച്ച് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്ക് എന്താ പറയുക നമ്മൾ ജോലിയെല്ലാം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആണ് ശരിക്കും. ഞാൻ ഇനി അങ്ങോട്ട് എന്താ പറയുക 30 നോമ്പും പിടിക്കും. ഞാൻ പറയാം അങ്ങനെ പിടിക്കും. ഉറപ്പായിട്ടും 30 നോമ്പും പിടിക്കും. മാത്രമല്ല ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിലും ഇൻഷാ അല്ലാ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാ റമദാൻ മാസങ്ങളിലും നോമ്പെടുക്കും എന്നുള്ളതാണ് ഞാൻ ഉറപ്പിച്ചിരിക്കുന്നത്. നമ്മളെല്ലാം കൂടി മോട്ടറാക്കിയിട്ട് നോമ്പ് എടുപ്പിച്ചാണ്. മാഷാഅല്ലാഹ് ഉഷാറായിട്ട് നോമ്പെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് സമയമായതുകൊണ്ട് നോമ്പ് കുറിക്കാനുള്ള കാര്യങ്ങൾ സെറ്റ് ആക്കണം. അടുത്ത എവിടെയെങ്കിലും നല്ല കട കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അല്ലേ അടുത്തൊരു കട കിട്ടി നമുക്ക് സാധനം വാങ്ങണം. എന്തായാലും നോമ്പ് കുറിക്കാനുള്ള സാധനം വാങ്ങാം. അപ്പോൾ നല്ലൊരു സ്ഥലം നോക്കി അന്നത്തെ പോലെ നമുക്കൊരു സ്പേസിൽ പോയിരുന്നിട്ട് ബാങ്ക് കൊടുക്കുമ്പോൾ നോമ്പെല്ലാം കുറിച്ചിട്ട് പിരിയാം. അങ്ങനെ നമ്മളെ നോമ്പ് കുറിക്കാനുള്ള സാധനം വാങ്ങാൻ വേണ്ടിയിരുന്ന കക്കാട്ടിലെ ബാക്ക് സ്റ്റോറിയിലേക്കാണ് കയറുന്നത്. നമ്മൾ ബാക്ക് സ്റ്റോറിയിൽ നിന്ന് നോമ്പ് കുറിക്കാനുള്ള സാധനം വാങ്ങിയിട്ടുണ്ട്. നമുക്ക് അടുത്ത ഏതെങ്കിലും ലൊക്കേഷനിൽ പോകാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ തപ്പിയിട്ട് ഇറങ്ങലാണ്. ചിലപ്പോൾ ഇവിടെ എത്തുക ഇറങ്ങിയാൽ നല്ലൊരു ലൊക്കേഷൻ കിട്ടിയാൽ നല്ല ലൊക്കേഷനിൽ പോയി അവിടെ നോമ്പ് കുറിക്കാം. നമ്മളങ്ങനെ കണ്ണൂർ ഗസ്റ്റ് ഹൗസിൻ്റെ അടുത്ത് എത്തിയിട്ടുള്ളത്. നമ്മൾ ഇന്നിവിടെ നോമ്പ് കുറിക്കാമെന്ന് വിചാരിക്കുന്നല്ലേ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നല്ലൊരു സ്പേസ് കിട്ടിയാന്ന് തോന്നുന്നു. സാധനം എന്തായാലും വാങ്ങിയിട്ടുണ്ട്. നോമ്പ് കുറിക്കാൻ വേണ്ടു. അപ്പോൾ അതിൽ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ എടുക്കാം അല്ലേ. ഫോട്ടോ എടുത്ത് സെറ്റാക്കിയിട്ട് നോമ്പ് കുറിക്കാം. സെറ്റ്. عبيدك يا إله الناس غاو وليس سواك